സയൻസിൽ നിന്ന് മാർക്ക് അടിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. SCERT ടെക്സ്റ്റ് ബുക്ക് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതിൽ SCERT ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ പ്രീവിയസ് ഇയർ, നിങ്ങൾ 10th ലെവൽ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗം പഠിച്ചു പോകും. സോ സിമ്പിൾ. ഇന്ന് ബയോളജിയിൽ നിന്നുള്ള, ജീവശാസ്ത്രത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആ ചോദ്യങ്ങളുമായി കണക്ട് ചെയ്തിട്ടുള്ള SCERT പാഠഭാഗങ്ങൾ അവിടെ നിന്ന് എത്ര തവണ PSCക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ വിൻഡോ എജുവിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ MP. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് 10th പ്രിലിംസിന് വേണ്ടി, ഈ വരാൻ പോകുന്ന LGS എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള സൗജന്യ ക്ലാസ്സുകളും എല്ലാ ദിവസവും അതുമായി ബന്ധപ്പെട്ട ഡെയിലി എക്സാംസും പഠിക്കാനുള്ള ലേണിംഗ് പ്ലാനും സൗജന്യമായി ലഭിക്കുന്നതിന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെല്ലൈക്കണിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഒട്ടനവധി പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിരന്തരം കാണുന്നുണ്ട് എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ഒരു വീഡിയോയും നിങ്ങൾക്ക് മിക്സ് ആവില്ല. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നോക്കൂ, ഇത് ചർവണകവും അഗ്രചർവണകവുമാണ്. എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്? ഇതിനു മുമ്പ് ഇത്തരം PSC ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമാണ്. ആഹാരം നന്നായി ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്കുള്ളത്, അല്ലേ? പല്ലുകളുടെ ക്രമീകരണത്തെ സംബന്ധിച്ചൊരു ചിത്രീകരണം കാണാം നമുക്ക്. അപ്പോൾ ആഹാരം നന്നായി ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്കുള്ളത്. SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് നിർത്തായിട്ട് ഓർത്തു വയ്ക്കുക. ചവച്ചരയ്ക്കാൻ, ഘടന, ക്രമീകരണം. കണ്ടുവോ? ഇതൊരു പ്രസ്താവന ടൈപ്പ് ചോദ്യം വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അങ്ങനെ വരാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നോക്കാം. അപ്പം പല്ലുകൾ തമ്മിൽ ഒട്ടേറെ സമാനതകളുണ്ട്. ബാഹ്യഘടനയിലും ധർമ്മത്തിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആന്തരഘടനയിൽ വിവിധ പല്ലുകൾ. അപ്പം വ്യത്യസ്ത തരം പല്ലുകളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒറ്റ പല്ലേ കാണുള്ളൂ, അല്ലേ? പലതരത്തിലുള്ള പല്ലുണ്ട്. നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം. ഏതെല്ലാമാണ് ആ പലതരത്തിലുള്ള പല്ലുകൾ? PSCക്ക് പഠിക്കുകയാണ്, തലയിൽ കൈവച്ച് പഠിക്കരുത്. ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമ്മുടെ വായയിലുള്ള പല്ലുകൾ ഏതെല്ലാമാണ്? ഹൃദയം ആലോചിച്ച് നോക്കൂ. ഇതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ, ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. ഇപ്പം എന്താ സ്ഥിരദന്തം എന്നറിയണ്ടേ? നമുക്ക് പറയാം. സ്ഥിരദന്തങ്ങൾ 32ഉം പാൽപ്പല്ലുകൾ 20ഉമാണ്. ഒഴിഞ്ഞു പോണ പല്ലാണ് ഈ പാൽപ്പല്ല് എന്ന് പറയുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ പൂവാത്ത പല്ലാണ് സ്ഥിരദന്തം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? 20ഉം 32ഉമാണ്. അതിൻ്റെ 33 പല്ലും ഞാൻ അടിച്ചു പൊളിക്കുമെന്ന് പറയുന്നില്ലേ ഒരു സിനിമയിൽ? അപ്പോൾ ഒരാൾ ചോദിക്കുന്നില്ലേ, ആകെ 32 പല്ലല്ലേ ഉള്ളൂ, പിന്നെ എനിക്ക് എവിടെ നിന്നാണ് 33ാമത്തെ പല്ല് കിട്ടിയത് എന്ന് വേറൊരാൾ ചോദിക്കുന്നുണ്ട്. അപ്പം കണ്ടിരിക്കുന്ന പറഞ്ഞ ആളോട് പറയാം, അന്നി അടിക്കേണ്ടി വരും എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു പല്ല് എൻ്റെ നിന്ന് കൂട്ടിയത്. ആ സിനിമയെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം 32 പല്ലേ ഉള്ളൂ, 20 പാൽപ്പല്ലുകൾ. 4 തരം പല്ലുകളാണ് നമുക്കുള്ളത് കേട്ടോ. ചിത്രം നമുക്ക് കാണാം. ആ ചിത്രത്തിലേക്ക് നോക്കൂ. നമുക്ക് 4 തരത്തിലുള്ള പല്ലുകളാണുള്ളത്. കണ്ടാ വായയിലേ? അതിലൊന്നാണ് ചർവണകാണേ. ചവർണകം എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ചവർണകം, ചർവണകം. ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്ത് ചവർണകം. അതുപോലെ തന്നെ മറ്റൊരു പല്ലും കൂടി ഉണ്ട്, അവിടെ അഗ്ര ചർവണകം. കണ്ടോ? 2 പല്ലുകൾ, അഗ്ര ചർവണകവുമുണ്ട്, പിന്നെന്തുണ്ട്? ചർവണകവുമുണ്ട്. കണ്ടോ? ഇത്രയും ഭാഗമായിട്ട് ചർവണകവും അഗ്ര ചർവണകവും. അത് കഴിഞ്ഞാൽ പിന്നെ അത് ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എവിടുന്നാ ചവച്ചരയ്ക്കാറ്? ഇവിടെ വെച്ചിട്ടല്ലേ ചവച്ചരയ്ക്കുക? ഇങ്ങനെ ചവച്ചരയ്ക്കുക നമ്മൾ ഇവിടെ വെച്ചിട്ടല്ലേ? ഞാൻ പല സാധനം കീറി മുറിക്കാനോ നമ്മൾ ഇവിടെ അല്ലേ ഉപയോഗിക്കുക, ഫ്രണ്ടിലല്ലേ ഉപയോഗിക്കുക. അപ്പം അത് അവിടെ വരുന്നതാണ് ഉളിപ്പല്ല്. അങ്ങനെ കടിച്ചു മുറിക്കാൻ, കടിച്ചു മുറിക്കാൻ. കോമ്പല്ലും കടിച്ചു മുറിക്കാൻ തന്നെയാണ്. ഉളിപ്പല്ലുണ്ട്, കോമ്പല്ലുണ്ട്, 2 കടിച്ചു കീറാൻ. ഉളിപ്പല്ലും ഉണ്ട്, കോമ്പല്ലും ഉണ്ട്. പിന്നെ അഗ്രചർവണകവുമുണ്ട്, ചർവണകവുമുണ്ട്.
ക്ലിയർ ആയല്ലോ, എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അപ്പോൾ ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം, അങ്ങനെ 4 ടൈപ്പ് പല്ലാണ് ആർക്കുള്ളത്? നമുക്കുള്ളത്. അപ്പോൾ ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന 2 പല്ലുകളാണ് ഉളിപ്പല്ലും കോമ്പല്ലും. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് അഗ്രചർവണകവും ചർവണകവും. ഓക്കെ. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് കോമ്പല്ല്. കോമ്പല്ല് സസ്യഭോജികളിൽ ഇല്ല, കടിച്ചു കീറേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക്. അപ്പോൾ കോമ്പല്ല് സസ്യഭോജികളിൽ ഇല്ല. മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിൻ്റെ ഭാഗം, നമ്മുടെ മോണ എടുത്തു കഴിഞ്ഞാൽ അതിന് പുറത്ത് കാണുന്ന ഭാഗം, ഇപ്പം നോക്കൂ, കണ്ടുവോ? ഇതാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ പല്ലിൻ്റെ രൂപം, അതിലേക്ക് വരാം. ഇതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. മോണയ്ക്ക് പുറത്ത് ആകുന്ന ദന്തമകുടം എന്ന് പറയും. ദന്തമകുടം, മോണയ്ക്ക് പുറത്ത് കാണുന്ന ഈ പല്ലിൻ്റെ ഭാഗമാണെന്ത്? ദന്തമകുടം. ഒരു മകുടമായിട്ടിരിക്കുകയാണ് പല്ലിൻ്റെ മുകളിൽ, ദന്തമകുടം. മകുടം കഴിഞ്ഞാൽ ദന്തമകുടത്തിനും ദന്തമൂലമുണ്ട്. ദന്തമൂലം എന്താണെന്ന് നമുക്ക് കാണാം. അപ്പം അതിനിടയിലുള്ളതാണ് കഴുത്ത്. മൂലത്തിനും മകുടത്തിനും ഇടയിൽ കഴുത്തുണ്ട്. അതിന് ഗളം എന്നല്ലേ പറയാം മലയാളത്തിൽ, ദന്തഗളം. മോണയ്ക്കുള്ളിലുള്ള പല്ലിൻ്റെ ഭാഗം, പിന്നെ മോണയ്ക്കുള്ളിലേക്ക് പോകും, അത് ദന്തമൂലം. പല്ലിൻ്റെ വേര് എന്നൊക്കെ കേൾക്കാറില്ലേ? അപ്പം ഇതാണ് ദന്തമകുടം. കണ്ടു, പുറത്ത് കാണുന്ന ഈ ഭാഗം ദന്തഗളം, പിന്നെ ദന്തമൂലം, ഉള്ളിലേക്ക് പോകുന്ന ആ വേര്. ഈ ദന്തമകുടം ഇനാമലാണ്, വെള്ള നിറമാണ്, കടുപ്പമേറിയ ഭാഗമാണ്, നിർജീവമാണ്. ജീവനില്ല, പക്ഷെ നല്ല കടുപ്പുണ്ട്. അപ്പൊ ജീവനില്ലാത്ത പല്ലിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇനാമലാണ്, വെള്ള നിറമാണ്, കടുപ്പമേറിയ ഭാഗമാണ്, നിർജീവമാണ്. ഡെൻഡൈൻ എന്നുള്ളതാണ് ഈ ഭാഗത്ത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്നറിയപ്പെടുന്നത്. ഡെൻഡൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. ഇതാണ് ജീവനില്ലാത്ത ഭാഗം. ഡെൻഡൈൻ കൊണ്ടാണ് ഈ ദന്തമകുടത്തിൽ, അപ്പൊ ദന്തമകുടത്തിൽ ഇനാമലും ഉണ്ട്, ഡെൻഡൈനും ഉണ്ട്. ഇനാമൽ നല്ല കടുപ്പമുള്ള ഭാഗം, കടുപ്പമേറിയ ഭാഗമാണ്, വെള്ളം നിറമാണ്, നിർജീവമാണ്. പക്ഷെ ഡെൻഡൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. ഇനി ദന്തകളത്തിലെടുത്താലോ, അവിടെ പൾപ്പുണ്ട്. ഓക്കെ. പൾപ്പ് കാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കല, രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടും. പിന്നെ അത് കഴിഞ്ഞാൽ പല്ല് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് സിമിൻറ്റോണ്ടാ എന്ന് ഓർത്തു വെക്കുക. സിമിൻറ്റം, മോണയിലെ കുഴികളെ പല്ലിനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ്. അപ്പൊ ദന്തമകടം, ദന്തമകളം, ദന്തമൂലം കിട്ടിയല്ലോ. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ പല്ലിനുള്ളത്. ഇപ്പം മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാ? സിമിന്റ് നോർത്തു വെച്ചാൽ മതി. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ജീവനുള്ള കല ഡെൻഡൈൻ. കണ്ടോ? ഡെൻഡൈനിൽ, ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നതാ. ഡെൻഡൈനിൽ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥം ഇനാമൽ. ഞാൻ ഓപ്ഷൻ തന്നില്ല എന്ന് മാത്രം, ചോദ്യങ്ങൾ മാത്രം എടുത്ത് എഴുതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമലാണ്. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിൻ. ടൂത്ത് പേസ്റ്റ് പറയാറില്ലേ, ഫ്ലൂറിൻ അടങ്ങിയ പുതിയ ടൂത്ത് പേസ്റ്റ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഭാഗം കാൽസ്യം ഫോസ്ഫേറ്റ്. ഡെൻഡൈന്റെ ഉൾഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ്. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ് പൾപ്പ്. നോക്കൂ, ഒന്നും കൂടി ആ ചിത്രത്തിലേക്ക് പോകാം. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ദന്തമകുടം എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഡെൻഡൈൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഈ പൾപ്പാണ്. ആ പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കല, രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു. രക്തക്കുഴൽ കാണാനില്ലേ അവിടെ? ലിംഫ് വാഹികളുണ്ട്, നാഡീതന്തുക്കളുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ഭാഗമാണെങ്കിൽ ഒന്ന് എഴുതി വെക്കുക, വീണ്ടും വീണ്ടും ഓർത്ത് നോക്കുക, അവിടെ ക്ലിയറായി. ആ ഒരു ഭാഗം കണ്ട് മാത്രം അതും എടുത്തു പോകും ചിലവർ. ഇത് ചെറിയ ഭാഗമേ മനസ്സിലാവാത്തതുണ്ടാവുള്ളൂ. മനസ്സിലാവുന്നത് പോലെ മനസ്സിലാക്കിയ. ഞാൻ യോജക കലയിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് സമയം കുറച്ച് ചോദ്യങ്ങൾ തീർക്കാനുണ്ട്, അതുകൊണ്ടാണ്. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ് പൾപ്പ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ്. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ഓർത്തു വെച്ചോളൂ.
മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8. മനുഷ്യരിൽ എത്ര തരം പല്ലുകളുണ്ട്? 4 എണ്ണം. നമുക്കിനി വിറ്റാമിനുകളെ കുറിച്ച് മറ്റൊരു ചോദ്യം PSC ചോദിച്ചു. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് എന്നുള്ളത്. വിറ്റാമിൻ D ആണ്. ഇതും SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്ഥിരം വരുന്നതാ. ഈ വിറ്റാമിനുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ധാരാളം പഠിച്ചോ. പക്ഷെ അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് 90% ചോദ്യങ്ങൾ വന്നത് ഈ SCERT ഭാഗത്താണ്. ഇത് പഠിച്ചിട്ട് പോരെ. അപ്പൊ ജീവകങ്ങൾ നമ്മുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് ഒരു പഠന റിപ്പോർട്ട് ശ്രദ്ധിക്കും. CERT ടെക്സ്റ്റ് ബുക്ക് പറയാണ്, നിങ്ങൾ ഏതെല്ലാം പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നുണ്ട്, ഒരു ദിവസം ഏകദേശം എത്ര അളവിൽ കഴിക്കുന്നുണ്ട്. അപ്പൊ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമാണ് ജീവകങ്ങൾ കിട്ടുക. CERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഹെഡിങ് ഒന്ന് നോക്കുക. ആ ഹെഡിങ് ഉത്തരമായി കിട്ടുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. ഇപ്പൊ ഇവിടെ ജീവകങ്ങൾ പച്ചക്കറികളിൽ നിന്നും പഴങ്ങളിൽ നിന്നുമാണ് ജീവകങ്ങൾ പ്രധാനമായും കിട്ടുന്നത്. ഓക്കെ, പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ, ഇനി നോക്കൂ ഇതെന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഇത്ര പച്ചക്കറി കഴിക്കണം എന്നാ. ഇപ്പൊ നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടാക്കി, പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറി കഴിക്കണം? 295 ഗ്രാം. എന്നാൽ ഇന്ത്യയിൽ എത്രയാണ് ശരാശരി ഒരാൾ കഴിക്കുന്നത്? 135 ഗ്രാം. കേരളത്തിലോ 50 ഗ്രാം. നമുക്ക് എങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് ആകെ ബുദ്ധിമുട്ടാവണമെന്ന് പറഞ്ഞില്ലേ? 295 ഗ്രാം വേണം. ഇന്ത്യയിൽ അത് 135 ഗ്രാമേ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. കേരളത്തിൽ വീണ്ടും അത് കുറവാണ്, 50 ഗ്രാം ആണ്. ഓക്കെ, ഇനി ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ആരോഗ്യത്തിന് ആവശ്യമാണ്. പക്ഷെ ഇത് കൂടിയ അളവിൽ വേണോ? വേണ്ട. കുറഞ്ഞ അളവിലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടെ പോകും. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ, ഇതൊക്കെയാണ് ധാതു ലവണങ്ങളുടെയും വിറ്റാമിനുകളുടെയും കേന്ദ്രം. ഏതൊക്കെയുണ്ട്? പഴമുണ്ട്, പച്ചക്കറി ഉണ്ട്, പാലുണ്ട്, മുട്ടുണ്ട്, ഇലക്കറികളുണ്ട്. ഓക്കെ, അതില് ഭക്ഷണ കൊഴുപ്പിൽ ലയിക്കുന്നതുമുണ്ട്, കൊഴുപ്പിൽ ലയിക്കാത്തതുമുണ്ട്. അതിനൊരു കോഡ് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ? എന്താണ് ആ കോഡ്? കേടാ എന്നോർത്തു വെച്ചാൽ മതി. എന്ത് കേടാ? കൊഴുപ്പ് കേടാ. ഇപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാ? വിറ്റാമിൻ K, വിറ്റാമിൻ E, വിറ്റാമിൻ D, വിറ്റാമിൻ A. അപ്പൊ കൊഴുപ്പിൽ ലയിക്കാത്തതോ? ബാക്കി 2 എണ്ണം. ABCD യും കൂടാതെ പിന്നെ ഒരു K ഉള്ളത്. അതിൽ കേടാ കൊഴുപ്പിൽ ലയിക്കുന്നതാണ്, അല്ലാത്തത് ഏതാണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. അത് ക്ലിയർ ആയല്ലോ. അപ്പൊ വിറ്റാമിൻ A എവിടെ നിന്നൊക്കെ കിട്ടും? ആ പുസ്തകത്തിൽ കാരറ്റിൽ നിന്ന് കിട്ടും, ചീരയിൽ നിന്ന് കിട്ടും, പാലുൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടും, കരളിൽ നിന്ന് കിട്ടും, പയറിലയിൽ നിന്ന് കിട്ടും. ഓക്കെ, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം, ഇതാണ് വിറ്റാമിൻ A. കണ്ടോ? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം. ഇനി വിറ്റാമിൻ D നോക്കൂ. സൂര്യപ്രകാശം ഏൽപ്പിക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. ഈ ചോദ്യമല്ലേ വന്നത്? ഒരു തവണയെന്നല്ല, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പാലുൽപ്പന്നങ്ങളിൽ നിന്നും കിട്ടും. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലും പല്ലുമായി ബന്ധപ്പെട്ടതാണ് കാൽസ്യം, അല്ല, എല്ലും പല്ലുമായി ബന്ധപ്പെട്ടതാണ് വിറ്റാമിൻ D. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച പല്ലിലുള്ള ഏതാ? കാൽസ്യം ഫോസ്ഫേറ്റ്. ഓക്കെ, പല്ലിലുള്ള ഒരു ഘടകം പ്രധാനമായി നിർമ്മിച്ചിരിക്കുന്ന ഏതാ? കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യവും ഫോസ്ഫറസും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഏതാ? വിറ്റാമിൻ D. ക്ലിയർ ആവുന്നുണ്ടോ? അത് കണക്ട് ചെയ്തപ്പോ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. ചിലവർക്ക് അറിയണ്ടാവും കാൽസ്യം ഫോസ്ഫറസും ആണ് വിറ്റാമിൻ D ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് പല്ലിന്റെ പ്രധാനപ്പെട്ട ഘടകം. പക്ഷെ ഇതിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. കണക്ട് ചെയ്ത് വെച്ചാൽ എന്താണ്? അവിടെ ടൈറ്റ് ആയിട്ടിരിക്കും, പിന്നെ അത് ലൂസായി പോവില്ല. ഓക്കെ, ഇപ്പൊ നാഡീചലനങ്ങളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സസ്യ എണ്ണകൾ വേണം കേട്ടോ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന്, നമ്മൾ നാഡിക്കും പേശിക്കൊക്കെ ബലത്തിന് വേണ്ടി നമ്മൾ കുഴമ്പ് തേക്കാറില്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. അതിനെന്ത് വേണം? വിറ്റാമിൻ E വേണം. അത് സസ്യ എണ്ണകളിൽ നിന്നാണ് കിട്ടുക. ഓക്കെ, ഇനി കാബേജ്, ചീര, കോളിഫ്ലവർ നിന്ന് കിട്ടുന്നതാണ് വിറ്റാമിൻ K.
മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഓർക്കുക, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു വിറ്റാമിൻ കെ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് വിറ്റാമിൻ ഇ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്നു. കണ്ടുവോ, നമുക്ക് ക്ലിയർ ആയി തുടങ്ങി. വിറ്റാമിൻ സി എവിടുന്നാ കിട്ടുക? നെല്ലിക്കയിലുണ്ട് അല്ലേ, പഴങ്ങളിലുണ്ട്, മുരിങ്ങയിലയിലുണ്ട്, പപ്പായയിലുണ്ട്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിൽ. ഇനി വിറ്റാമിൻ ബി ധാന്യങ്ങളുടെ തവിടിൽ നിന്നും മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ നിന്നുമാണ് വിറ്റാമിൻ ബി കിട്ടുക. അതിൽ ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നുള്ളവയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഗുണം ചെയ്യുന്നു എന്നുള്ള ആലോചിച്ചിട്ട് ആലോചിച്ചാൽ, 1-2 തവണ ആലോചിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെത്താൻ കയറി വരും. ഈ PSC പഠിക്കുമ്പോൾ ഈ നോളേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണ്ട, കാണാപ്പാടം പഠിക്കണ്ട, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക. ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്കുക, എനിക്ക് എത്ര അറിയുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് വീണ്ടും എടുത്ത് നോക്കുക. അങ്ങനെ 4-5 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കും. ഒരമ്മ പറയുകയാണ്, പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം ഞാൻ നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളയാറുണ്ട്. പച്ചക്കറികൾ നമുക്കറിയാം മുറിക്കുന്നതിന് മുന്നേ കഴുകുകയാണ് നല്ലത്. കാരണം എന്താ? പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. നീരാവിയിൽ ലയിക്കും വിറ്റാമിൻ സി. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതുകൊണ്ട് അടച്ച് വേവിക്കുകയാണ് നല്ലത്. പിന്നെ വിറ്റാമിനുകൾ നമുക്കറിയാം ഏതൊക്കെ? ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. അപ്പം മുറിച്ചതിന് ശേഷം കഴുകിയാൽ അത് ഒഴുകിപ്പോകും. ഓക്കെ. അടുത്തത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്, കാർഷിക ഇനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ പാഠപുസ്തകത്തിനാണ് ഈ ചോദ്യം അധികവും വരാറ്. 99% ഏതിനം? ഒരുപാട് ഇനൊന്നും പഠിച്ചു വെക്കേണ്ട. തുടക്കത്തിൽ ആ SCRT പാഠപുസ്തകത്തിലുള്ള ഇനങ്ങൾ പഠിച്ചാൽ മതി. ഇത് അപ്രാവശ്യം വന്നു. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ടയുടേതാണ്. നമുക്ക് നോക്കാലോ. വെണ്ടയിൽ ഉണ്ട്, അവിടെ ഉണ്ട്, ഇതാ കണ്ടുവോ? വെണ്ടയുടെ ഏതൊക്കെയാ? കിരണുണ്ട്, അർക്കുണ്ട്, അനാമികുണ്ട്, സൽകീർത്തി ഉണ്ട്. അപ്പൊ കീർത്തി, ഒരാളുടെ കീർത്തി വ്യാപിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കാണുക? നല്ല കീർത്തിൻ്റെ ഇത് സൂര്യപ്രകാശം അല്ലേ? ഇങ്ങനെ കീർത്തി വ്യാപിക്കുകയാണ്. കീർത്തി ഇങ്ങനെ വ്യാപിക്കുക, അയാൾ നന്നായിട്ട് ശോഭിച്ചും കൊണ്ടിരിക്കുക. അപ്പൊ അയാളുടെ കീർത്തി കിരണങ്ങളായിട്ടാണ് അല്ലെ? ഇതിനെ കിരണം എന്നല്ലേ പറയാ നമ്മൾ? രശ്മികൾക്ക് കിരണം എന്നും പേരുണ്ട്. കിരണങ്ങളായിട്ട് പോവുകയാണ്. അവിടെ അർക്ക, അതും വെണ്ടക്കയാണ്. അപ്പൊ അയാൾ ഒരാളെ നിങ്ങൾ ഓർക്കുക, വെണ്ടയ്ക്ക കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുകയാണ് അയാളുടെ കീർത്തി ഇങ്ങനെ പോകുന്നത്. ഇതല്ലട്ടോ വെണ്ടയ്ക്ക, ഇങ്ങനെ കാണുകയാണ്. ഓക്കെ. അപ്പൊ കീർത്തി ഉണ്ട്, കിരണുണ്ട്, അർക്കുണ്ട്, അനാമികുണ്ട്. ഇതൊക്കെ എന്തിനങ്ങളാണ്? വെണ്ടക്കയുടെ ഇനങ്ങളാണ്. നെല്ലോ? നെല്ല് നോക്കൂ, അന്നപൂർണ. അന്നം നെല്ലുമായി ബന്ധപ്പെട്ടല്ലേ പലപ്പോഴും പറയാറ്. പവിത്രമാണത്, ചെറിയ കാലം കൊണ്ടുണ്ടാവും അല്ലേ? പയറാണെങ്കിലോ, പയറുകൊണ്ട് നമുക്ക് ഇങ്ങനെ മാലുണ്ടാക്കിക്കൂടെ? ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോൾ പയറുകൊണ്ട് ഇങ്ങനെ മാലുണ്ടാക്കും. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഇങ്ങനെ മാലുണ്ടാക്കാം, അതിൻ്റെ തോലൊക്കെ പൊട്ടിച്ചിട്ട്. ഇപ്പം പൈസ ഉണ്ടേ, പണ്ടതൊക്കെ വീട്ടിലുണ്ടാവും. ഇങ്ങനെ മാലുണ്ടാക്കും, എന്നിട്ട് കഴുത്തിൽ തൂക്കിയിടും. ഇത് ഓമയുടെ തണ്ടോണ്ട് ഉണ്ടാക്കിയിടാറുണ്ട്. നിങ്ങളൊക്കെ അതൊക്കെ അറിയോ? അറിയില്ല. അപ്പോൾ അവിടെ നോക്കൂ, പയറ്, ലോല, മാല. പെൺകുട്ടികളല്ലേ ഇത് കഴുത്തിലണിയുക? ഭാഗ്യലക്ഷ്മി, ജ്യോതിക, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി പച്ചമുളകോ? കടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നല്ല ജ്വലിക്കുന്ന എരിവുണ്ടാവും. ഉജ്ജ്വല, ജ്വാലാമുഖി. പക്ഷെ അനുഗ്രഹം അവിടെ കിടക്കുന്നുണ്ടല്ലേ? അപ്പോൾ ആലോചിച്ചാൽ മതി. നല്ല പച്ചമുളക് കടിച്ചു, നല്ല ജ്വലിക്കുകയാണ് വായുവിൽ, വായയിലൊരു ജ്വാലാമുഖി തന്നെയാണ്. പക്ഷെ അനുഗ്രഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റി, ഒന്ന് ആശ്വാസമായി. വഴുതനയോ? വഴുതൻ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. 2 തരത്തിലുള്ള വഴുതനല്ലേ? പച്ച നിറത്തിലുള്ളതും നീല നിറത്തിലുള്ളതും. അത് വെണ്ടക്കയിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പയറിൽ കണ്ടിട്ടുണ്ടോ? അപ്പം ആ കളർ അവിടെ ഒന്ന് ആലോചിച്ചാൽ മതിയോ? ഹരിത, നീലിമ. ഇനി ആരാളുള്ളത്? സൂര്യ, ശ്വേത. വഴുതനെ സൂര്യനായിട്ടൊന്ന് കണക്ക് നോക്കൂ. സൂര്യനിൽ നിന്നുള്ള വരുന്ന പ്രകാശം ഏതാ? വെള്ള വഴുതനയുണ്ട്. അപ്പം ശ്വേതണ്ട്, ഹരിതണ്ട്, നീലിമുണ്ട്. ഇത് പച്ചമുളകിനല്ല കേട്ടോ. പച്ചമുളക് തന്നെ. മറ്റേ ചെറിയ മുളക് പല നിറത്തിലുള്ളതും ഉണ്ട്. തക്കാളി, മുക്തി, അനഘ, അക്ഷയ. തക്കാളി കഴിച്ചാൽ മൂത്രത്തിൽ കല്ല് വരും. അതിൽ നിന്ന് മുക്തി നേടാതിരിക്കാൻ തക്കാളി കഴിക്കാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെയുള്ളവർ, അല്ലാത്തവർ തക്കാളി കഴിക്കണം. അപ്പോൾ അനഘ, അക്ഷയ.
ഓക്കെ, അപ്പൊ തക്കാളിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇനി ചന്ദ്രശങ്കര, പിന്നെ തെങ്ങിന്റെ സങ്കര ഇനത്തെ കുറിച്ചാണ് ചോദിക്കാറ്. ഇപ്രാവശ്യം ചോദിച്ചതല്ല, ഞാൻ കാണിച്ചു എന്ന് മാത്രം, അതും കൂടിയും കവർ ചെയ്യാൻ മതി. ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങേത് നമുക്ക് പഠിക്കാട്ടോ. ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നതാണ്. എങ്ങനെ ഇത് ഓർത്തു വെക്കുക? എളുപ്പമാണ്. ആദ്യം നീളം കൂടിയ ഇനം തെങ്ങിനങ്ങളൊന്ന് പഠിച്ചോളൂ. വെസ്റ്റ് കോസ്റ്റ്. വെസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ആലോചിച്ചാൽ മതി, നമ്മുടെ പടിഞ്ഞാറൻ തീരം. ഓക്കെ, അവിടെ നല്ല നീളത്തിലുള്ള തെങ്ങിനെ കാണാറില്ലേ? വെസ്റ്റ് കോസ്റ്റ് ഒക്കെ ടോളാണ് കേട്ടോ. പടിഞ്ഞാറൻ തീരത്ത് മാത്രമല്ല, കിഴക്കൻ തീരത്തുമുണ്ട് ഇങ്ങനത്തെ തെങ്ങുകൾ അല്ലേ. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശ് വഴിയൊക്കെ പോകുമ്പോൾ കാണില്ലേ. പിന്നെ ലക്ഷദ്വീപിലും ഉണ്ട്. അപ്പൊ എവിടേക്കാ സാധാരണ തെങ്ങിനം കാണുന്നത്? നമുക്കറിയാം, തെങ്ങ് തീരപ്രദേശത്താണ്. ആ മണല്, ഉപ്പുരസമുള്ള മണല് മൂപ്പർക്ക് നല്ലതാ. അപ്പൊ വെസ്റ്റ് കോസ്റ്റിലും ഈസ്റ്റ് കോസ്റ്റിലും ലക്ഷദ്വീപിലും ഉണ്ട്. ലക്ഷദ്വീപ് ഓർഡിനറിയിലൊക്കെ ടോളുണ്ട്. ഈ നീളം കുറഞ്ഞ ഇനം മറ്റത് 20 മുതൽ 30 മീറ്റർ ഉയരമുണ്ട്. ഇത് 8 to 10 മീറ്ററേ ഉള്ളൂ. 6-10 വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും. ഇവിടെ 4-5 വർഷത്തിനുള്ളിൽ. നല്ല ആയുസ നീളത്തിന് 80 മുതൽ 100 വയസ്സ് വരെ. ഇവിടെ 30-35 വയസ്സ് വരെ. അതില് മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറത്തിലുള്ള തേങ്ങ പ്രധാന ഇനങ്ങൾ. ചാവക്കാട് ഓറഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മഞ്ഞ, ഓറഞ്ച്, തവിട്ട്. അവിടെയാണ് കുറഞ്ഞ ഇനങ്ങൾക്കാണ്, നീളം കുറഞ്ഞ ഇനങ്ങൾക്കാണ്. ഇപ്പൊ ചെന്തങ്ങ് കളറുണ്ട്, നീളം കുറഞ്ഞ ഇനല്ലേ. നീളം കുറഞ്ഞ ഇനങ്ങളാണ് പ്രധാനമായും കളറുള്ളത്. അപ്പൊ ചാവക്കാട് ഓറഞ്ച് ഉണ്ട്, ചാവക്കാട് ഗ്രീൻ ഉണ്ട്, ഗംഗാബോധം ഉണ്ട്. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗാബോധം. ഇത് നീളം കുറഞ്ഞതാട്ടാ. നീളം കൂടിയത് ആരൊക്കെയാ? അത് ഈസ്റ്റ് കോസ്റ്റിലും വെസ്റ്റ് കോസ്റ്റിലും ലക്ഷദ്വീപ് ഓർഡിനറിയിലും ഉണ്ട്. ഇനി രണ്ടിനത്തിന്റെയും ഗുണങ്ങൾ ചേർന്ന ടോൾ ആൻഡ് ഡോർഫ്. ഡോർഫ് എന്ന് പറഞ്ഞാൽ കുള്ളൻ, ടോൾ എന്ന് പറഞ്ഞാൽ നീളം കൂടിയത്. ഇത് രണ്ടും കൂടി പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടാവും? ഇതിനെയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. അപ്പൊ ഈ വർഗസങ്കരണം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ. ടിഷ്യൂ കൾച്ചർ അല്ല, പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ്. ഓക്കെ, പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ്. വ്യത്യസ്ത സ്വഭാവമുള്ളതായിരിക്കണം, ഒരേ വർഗത്തിൽപ്പെട്ടതായിരിക്കണം. തെങ്ങും കവുങ്ങും കൂടിയല്ല, തെങ്ങും കൂടി ഒരേ വർഗത്തിൽപ്പെട്ടത്. എന്നിട്ടോ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തിയാണ് ഇങ്ങനെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൃത്രിമ പരാഗണം, പിന്നെയോ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതും എന്നാൽ ഒരേ വർഗത്തിൽപ്പെട്ടതുമായ വ്യത്യസ്ത ഇനങ്ങൾ ചേർത്ത് പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വിത്തുകളിൽ രണ്ടിനത്തിൻ്റെയും ഗുണവും ദോഷങ്ങളും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാകാം. ഇതിൽ നിന്ന് ഗുണമുള്ള വിത്തുകൾ മാത്രം തിരഞ്ഞെടുക്കും നമ്മൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ കുള്ളൻ ഇനങ്ങളുമുണ്ട്, ഡ്വാർഫ് ഇനങ്ങളുമുണ്ട്, നെടിയ ഇനങ്ങൾ, ടോളുമുണ്ട്. കുള്ളനും ഡ്വാർഫും തമ്മിൽ, അതാണ് ടോളും ഡ്വാർഫും തമ്മിലാണ് നമ്മൾ യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് വന്നാൽ ഈ ചാവക്കാട് ഒക്കെ ചെറുതാ. അപ്പൊ ഇവിടെ ഗംഗാബോധവും ചെറുതാ. ഗംഗാബോധവും ചാവക്കാട് ഓറഞ്ചും തമ്മിൽ കൂട്ടിക്കെട്ടില്ല. കാരണം എന്താ? അത് രണ്ടും ചെറുതാ. അപ്പോൾ ഈ ഓപ്ഷൻ അവിടെ തന്നെ പോയില്ലേ. ഓക്കെ, പിന്നെ ഏതാ ഉള്ളത്? ലക്ഷദ്വീപ്. പിന്നെ ഒക്കെ അവിടെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച്. ഞാൻ അവിടെ ആൻസർ തന്നിട്ടുണ്ടല്ലേ? ഇല്ല. ഓക്കെ, പറഞ്ഞത് ശരിയാണ്. ഇല്ല, അങ്ങനെ തന്നിട്ടില്ല. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നൊഴിവായല്ലോ. ഈ ചോദ്യം ആ ധാരണയുള്ള ഒരു കുള്ളനും വലുതും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുക എന്നുള്ളത്, അവിടെ അത് പോയി. ഇനി നോക്കൂ, എങ്ങനെയാണ് ടീൻഡുടി സങ്കര ഇനത്തിൽ നെടിയ ഇനത്തെ, വലിയ ഇനത്തെ, വലുതിനെ മാതൃവൃക്ഷമായും കുള്ളൻ ഇനത്തെ പ്രതിവൃക്ഷമായും ഉപയോഗിക്കുന്നു. ഓക്കെ, ഡീൻഡുടി ഇനത്തിൽ കുള്ളൻ ഇനം ഡ്വാർഫ് മാതൃവൃക്ഷം. അപ്പൊ ആദ്യം കാണുന്നതാണ് മാതൃവൃക്ഷം, രണ്ടാമത് കാണുന്നതാണ് ടീൻഡുടിയിൽ. ആദ്യം കാണുക ടോള്, രണ്ടാമത് കാണുക ഡ്വാർഫ്. അപ്പൊ ടി ആണ് എന്തെന്ന് പറയുന്നത്? ഇവിടെ നെടിയ ഇനത്തെയാണ് മാതൃവൃക്ഷമായിട്ട് പരിഗണിക്കുക.
ടീനെയാണ് മാതൃവൃക്ഷമായിട്ട് പരിഗണിക്കുക ആദ്യത്തേതിനെ. ഇവിടെയോ ഡീനെയാണ് മാതൃവൃക്ഷമായിട്ട് പരിഗണിക്കുക. ഇപ്പൊ സങ്കര ഇനം തങ്ങുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. ചന്ദ്രലക്ഷണ്ട്, ചന്ദ്രശങ്കരുണ്ട്, ലക്ഷകങ്ങളുണ്ട്. ഈ ചന്ദ്ര എന്ന് കാണുമ്പോൾ നിങ്ങൾ കണ്ടുവോ അവിടെ ചാവക്കാട് വരുന്നുണ്ട്. അപ്പൊ ചന്ദ്രലക്ഷ ഏതായിരിക്കുമോ? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും. അതെങ്ങനെയാ അത് മനസ്സിലായത്? ഈ ലക്ഷത്തിനാണ് ലക്ഷദ്വീപ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ടീൻഡുഡി തെങ്ങാണെങ്കിൽ മാതൃ ഇനം എന്തായിരിക്കും? ടീൻഡുഡി ഇനത്തിൽ മാതൃ ഇന വൃക്ഷം എന്താണ്? നെടിയ ഇനമായിരിക്കും ആദ്യം വരുന്നത്. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ ഇനി നോക്കൂ, ഈ ചോദ്യം കാണുമ്പോൾ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. എന്താ കൺഫ്യൂഷൻ ഇല്ലാത്തത്? ചന്ദ്രശങ്കര, ചന്ദ്ര എന്ന് പറഞ്ഞാൽ ചാവക്കാടുണ്ട്. അപ്പൊ നേരത്തെ രണ്ടാളുകളെ ഒഴിവാക്കി, ഇവിടെ ഇയാളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ചാവക്കാടില്ല. ഇനി ഈ രണ്ട് ഭാഗത്താണ് ചാവക്കാടുള്ളത്. പക്ഷെ ചന്ദ്രശങ്കരയാണ്, മറ്റേത് ചന്ദ്രലക്ഷയാണ്. അതോട് ഇത് പോയി, ഇനി ശങ്കരനായി. കണ്ടു? എത്ര സിമ്പിളാണ് ഇത് പഠിച്ചെടുക്കാൻ. നമ്മളൊന്ന് കമ്പയർ ചെയ്ത് അങ്ങനത്തെ സംവിധാനം ഉണ്ടാക്കിയാൽ മതി. ലക്ഷഗംഗയോ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്ധവുമായിരിക്കും. ഓർഡർ എങ്ങനെ തിരിച്ചറിയുക? ടീൻഡുഡി ആണെങ്കിൽ ടോൾ ആദ്യം എടുക്കുക, ഡ്വാർഫ് രണ്ടാമത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സങ്കര ഇനങ്ങൾ ലക്ഷഗംഗുണ്ട്. ഇനി മറന്നു പോകണ്ട, ലക്ഷഗംഗ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്ധവുമായിരിക്കും. ആനന്ദഗംഗ ഉണ്ട്. ആൻഡമാനിലൊരു ഒരു ഇനമുണ്ട്. ആൻഡമാൻ ഓർഡിനറിയും ഗംഗാബോന്ധവും ചേർന്നാണ്. രണ്ടോടത്തും ഗംഗ ഉണ്ട്. അപ്പൊ ആനന്ദം വരുമ്പോ ആൻഡമാനിലാണ്, ലക്ഷം വരുമ്പോ എവിടെയാണ്? ഇവിടെ നോക്കൂ, ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി പ്ലസ് ഗംഗാബോന്ധം. ഇനി കേരഗംഗ, വെസ്റ്റ് കോസ്റ്റ് ടോൾ പ്ലസ് ഗംഗാബോന്ധം. കേരഗംഗ, കേരളത്തിന്റെ തീരമേതാ? പടിഞ്ഞാറൻ തീരമല്ലേ? ഇപ്പൊ വെസ്റ്റ് കോസ്റ്റിലുള്ളതിന് നമ്മൾ കേരഗംഗ എന്ന് കൊടുത്തു. ഇനി കേരസങ്കര, അതും കൂടി ഉണ്ട്. സങ്കര ഇനം വരുമ്പോ അവിടെ ശങ്കരൻ വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാവക്കാട്ടിനെ ഓർമ്മിച്ചോളൂ. ശങ്കരൻ വരുമ്പോ ചാവക്കാട്ടിനെ ഓർമ്മിക്കണം. ചന്ദ്രശങ്കര, അപ്പൊ ചാവക്കാട്ടുണ്ട്. പിന്നെ വെസ്റ്റ് കോസ്റ്റ് ടൂൾ ഉണ്ട്. ചന്ദ്രലക്ഷ, ചാവക്കാട് വരും അല്ലേ? ലക്ഷ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപും വരും. ക്ലിയർ ആയില്ലേ ആ ഭാഗം? പയറ് വർഗത്തിൽ ഉൾപ്പെടാത്ത ഇനമേത്? നമ്മളറിയാം പയറ് മാലയ്ക്ക് ആയിട്ടാണ് അല്ലേ? അപ്പൊ നമുക്കറിയാം ലോല, യെസ്. മാല, ജ്യോതിക. ഹരിത വരില്ല. ഹരിത ഏതാ? അപ്പൊ ഓർമ്മ വരുന്നില്ല. വഴുതനെയാണെന്ന് കളറുള്ളത്, പച്ച കളറുള്ളത്. പയറിൽ ആരൊക്കെ ഉണ്ട്? ശാരികണ്ട്, മല്ലികണ്ട്, മാലികണ്ട്, വൈജയന്തി ഉണ്ട്. ഇതൊക്കെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ആദ്യം ഉറപ്പിക്കുക. വഴുതനയില് നീലിമ, ഹരിത, ശ്വേത, സുപ്രിയ, ശുചിത്ര അതൊക്കെ വരും. അപ്പൊ ഇനി നോക്കൂ, കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? നമ്മൾ ആ ചിത്രം ഉണ്ടാക്കിയത് ഏതുകൊണ്ടാ? വെണ്ടയ്ക്കൊണ്ടല്ലേ അങ്ങനെ ചിത്രം ഉണ്ടാക്കിയത്, കിരണങ്ങളാക്കി കാണിച്ചിട്ട്. അപ്പൊ കിരൺ, അർക്ക, സൽകീർത്തി വെണ്ടയാണ്. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം പ്രിയങ്കയാണ്. എവിടുന്ന് ഈ ചോദ്യം വന്നു? അതും PSC ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനമാണ് പ്രിയങ്ക എന്നുള്ളത്. ഇനി നമ്മുടെ നാട്ടിലെ ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അത് ചോദിക്കുന്നത് ഇവിടുന്ന. കേരള കാർഷിക സർവകലാശാല, മണ്ണുത്തി, തൃശ്ശൂർ. ഞാൻ പറഞ്ഞിട്ട് തൃശ്ശൂരില് മണ്ണിൽ കൃഷി. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം, തിരുവനന്തപുരം. ഓക്കെ, തിരുവനന്തപുരത്തുകാരനായ ഒരാളാണ്. വലിയ ഒരു കാര്യത്തിനായി പോയി, പക്ഷെ അവിടെ ഓഫീസിൽ ഉണ്ടായിരുന്നത് ഒരു കിഴങ്ങനാണ്. നിങ്ങളിത് കിഴങ്ങനാവാതിരിക്കുക. ഓക്കെ, ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് ഒരാൾ ഒരു ഓഫീസിൽ ഒരു കാര്യത്തിനായിട്ട് പോയി, അവിടെ ഇരിക്കുന്ന ആള് എന്താണ്? കിഴങ്ങനാണ്. കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്, സുഗന്ധവ്യഞ്ജനം തേടിയിട്ട് വാസ്കോഡഗാമ എവിടെ എത്തിയത്? കോഴിക്കോട്. അതുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെ? കോഴിക്കോട് തന്നെ. റബ്ബർ എവിടെയാ? കോട്ടയം. 3 എല്ലുകളുടെ നഗരം അല്ലേ? ലിറ്ററസി, പിന്നെന്താ? ലാറ്റക്സ്, പിന്നൊന്നും കൂടി ഉണ്ടല്ലോ. ലിറ്ററസി, ലാറ്റക്സ്, പിന്നെന്താ? ലേക്ക്. ഇത് വെച്ചിട്ട് കോട്ടയത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ റബ്ബർ ഉണ്ട്. ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ റബ്ബറാണ്. അപ്പൊ അത് കോട്ടയമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അത് കാസർഗോഡാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് എന്നുള്ളതാണ്.
പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, ഞാൻ ബയോളജിയിൽ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. PSCയുടെ മാറി വരുന്ന പാറ്റേണിൻ്റെ തുടക്കമാണിത്. ഒന്ന് 5, 7, 9 ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലേക്ക് പോകുന്നു. എന്തുകൊണ്ട് എന്ന് ഞാൻ പറയാം. ഈ പാറ്റേൺ ഒരു ഷിഫ്റ്റിംഗ് ആണ്. കാരണം കഴിഞ്ഞ വർഷത്തിൻ്റെ തൊട്ട് മുന്നേ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളം കടന്നു വന്നു. ട്രാൻസ്ജെൻഡർ ഭിന്നശേഷിക്കാരുമായിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം കടന്നു വരുന്നു. ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കടന്നു വരുന്നു. എന്നാൽ അരികുവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇനിയുള്ള എക്സാമുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതിന് തെളിവാണ് വനാവകാശ നിയമം കൊല്ലം അങ്ങോട്ട് ചോദിച്ചു തന്നു. സാധാരണ 10th പ്രിലിംസിനോ അതല്ലെങ്കിൽ ഈ ഇതുപോലുള്ള LGS എക്സാമുകൾക്കോ ഇത്തരമൊരു ചോദ്യം വരാറില്ല വർഷം പറഞ്ഞിട്ട്. അപ്പം അതെന്താ വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമുണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ നീതിക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമൊക്കെ അതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻക്ലൂസീവായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ സാമൂഹിക ഘടകങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റണം, ആരും പുറന്തള്ളരുത്. ഇപ്പോൾ ആളുകളുടെ നമുക്കറിയാം പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ, പരിസ്ഥിതി, രാഷ്ട്രീയ, സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് എന്നുള്ളത് നിങ്ങളോട് നോക്കി വരാൻ പറയുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും തുല്യനീതിക്കുമുള്ള ജനാധിപത്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന ഇൻക്ലൂസീവ് ആകുന്ന സാമൂഹികാവസ്ഥ അത്യാവശ്യമാണ്. അപ്പം അവിടെയാണ് എന്തൊക്കെ വേണം? തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ, വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ. ഇവിടെ അരികുവൽക്കരിക്കപ്പെട്ട ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വനത്തിന് മുകളിൽ അവകാശം ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിഷേധിക്കപ്പെട്ടു. അത് തിരിച്ചു കൊടുക്കുന്ന ഒരു നിയമമാണ് വനാവകാശ നിയമം 2006 അല്ലേ? അപ്പം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ആരെയെ കാണാറ്? ആദിവാസികളൊക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു സ്ത്രീനെ കാണും. എന്നിട്ടോ അല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി, തല കുനിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീനെയാണ്. ഗർഭവതിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും, ആരോഗ്യമൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ത്രീനെ നോക്കൂ, ഇതിലാണ്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പം 2006 വനാവകാശ നിയമം അല്ലേ? ഇത് നോക്കൂ, എന്നാണിത് വന്നത്? 2006. പട്ടികവർഗങ്ങളും മറ്റ് പരമ്പരാഗത വനവാസികളും നിയമം എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. പട്ടികവർഗങ്ങളും മറ്റ് പരമ്പരാഗത വനവാസികളുടെ നിയമം എന്നാണ് ഇതിൻ്റെ പേര്. ആദിവാസി അവകാശ നിയമം, ആദിവാസി ഭൂനിയമം എന്നിങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്, വനനിയമം എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുകൂടാതെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ക്ലാസ്സുകളും, എല്ലാ ദിവസവും എക്സാമും, എല്ലാ ദിവസവും നമുക്ക് ലേണിംഗ് പ്ലാനും ലഭിക്കും. താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ